നമസ്കാരം. അങ്ങ് ദില്ലിയിലുള്ള ആം ആദ്മിക്ക് വേണ്ടി ഇവിടെ ഈ കേരളത്തിൽ നടത്തിക്കൂട്ടിയ കോലാഹലമൊക്കെ ഓർമ്മയുണ്ടോ കമ്മികൾക്കും കോൺഗ്രസുകാർക്കും? ഇതാണ് പറയുന്നത് എന്തും പുറമേ നിന്ന് കേൾക്കുന്നവർക്ക് കഥ മാത്രമാണെന്ന്. ഓരോ വിഷയവും ഓരോരുത്തരെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് വെറുതെ പുകഴ്ത്തിയും ഇകഴ്ത്തിയും കളിക്കുന്ന പോലെ അത്ര സുഖകരമല്ല ദില്ലിയിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് അവർ ഈ തിരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെടുത്തി തന്നല്ലോ അല്ലേ? അതോടെ കേരളത്തിലും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും നാവുണ്ടോ എന്നറിയാത്ത അവസ്ഥയായി. ഒരു തരത്തിൽ എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു രസിക്കുന്നവർക്ക് അങ്ങ് ഒരു തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഇലക്ഷൻ നടന്നു എന്നോ അവിടെ കോൺഗ്രസ് തോറ്റു തുന്നം പാടി എന്നോ അറിഞ്ഞത് പോലുമില്ല എന്ന ഭാവമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പൊട്ടൻ കളി. ഇരുകൂട്ടരും തമ്മിൽ ഇത്തരത്തിൽ പൊട്ടൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ എന്ന് കരുതി മോദി അസൂയാവഹമായ ഒരു വിജയം BJP-ക്കാർക്ക് സമ്മാനിക്കുമ്പോൾ BJP പ്രവർത്തകർക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റില്ലല്ലോ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു സംസാരിച്ചു. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും പരാജയപ്പെട്ടതോടെ ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നാണ് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കേരളത്തിൽ പ്രതിഷേധിച്ച UDF-നും LDF-നും മുഖത്തേറ്റ അടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ മറന്നില്ല. അഴിമതിക്കാർക്ക് നൽകുന്ന ശക്തമായ സന്ദേശമാണിതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ദില്ലിയിൽ പരാജയപ്പെട്ടത് ആപ്പ് മാത്രമല്ല, അർബൻ നക്സലുകളും കൾച്ചറൽ മാർക്സിസ്റ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമുകളും തുക്കടെ ഗ്യാങ്ങും പിന്നെ സോറോസ് ഫണ്ട്സ് ജർണോളുകളുമാണ് എന്ന് കാലം കരുതി വെച്ച കാവ്യനീതിയാണ് ഇത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CPM ഭരിക്കുന്ന കേരളത്തിൽ BJP-ക്ക് ലഭിക്കുന്ന വോട്ട് വിഹിതം ഏതാണ്ട് 20%. എന്നാൽ BJP ഭരിക്കുവാൻ പോകുന്ന 22 മണ്ഡലങ്ങളിൽ മലയാളികൾക്ക് നിർണായകമായ വോട്ടുള്ള ഡൽഹിയിൽ CPM-ന് ലഭിച്ചത് 0.01% വോട്ടാണ്. ഡൽഹി 15 വർഷം ഭരിച്ച കോൺഗ്രസ് സംപൂജ്യരായി. വെറും പ്രാദേശിക പാർട്ടി മാത്രമായി മാറിയ കോൺഗ്രസിന് പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ധാർമ്മികമായ അവകാശം പോലും നഷ്ടപ്പെട്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തീർച്ചയായും കോൺഗ്രസിന്റെ പരാജയത്തിനോടൊപ്പം ദില്ലി തിരഞ്ഞെടുപ്പിൽ CPM എന്ത് നേടി എന്നതുകൂടി ഓർക്കേണ്ട വസ്തുതയാണ്. ഇതൊരു പേമാരിക്ക് മുന്നേ ഉള്ള ചെറിയ കാറ്റ് മാത്രമാണ്. മോദി ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങളും വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന BJP വിജയത്തിന്റെ കൊടുങ്കാറ്റ് കേരളത്തിന്റെ മണ്ണിലേക്കും പടരുന്നത് കാണാം എന്ന കാര്യം ഉറപ്പാണ്. ഇതേസമയം ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലും പ്രതിഫലിക്കുമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിനുള്ള സന്ദേശം കൂടിയാണെന്നും BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും പ്രതികരിച്ചു. മുന്നോട്ടു പോകാൻ BJP-യെ തിരഞ്ഞെടുക്കണം എന്ന സന്ദേശമാണ് ഈ ജനവിധി എന്ന് അനിൽ ആന്റണി പറഞ്ഞു. ഡൽഹി നൽകുന്ന സന്ദേശം ജനങ്ങൾക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം എന്നതാണ്. കേന്ദ്ര സർക്കാരുള്ള വിശ്വാസം നിർണായകമാണെന്നും അനിൽ ആന്റണി പറഞ്ഞു. ആം ആദ്മി പാർട്ടിക്ക് ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാലിടറി. ഡൽഹിയിൽ വിജയമുറപ്പിച്ചതോടെ BJP പ്രവർത്തകരും നേതാക്കളും ആഘോഷ ലഹരിയിലാണ്. മുഖ്യമന്ത്രിയെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. ചുരുക്കത്തിൽ ഇന്ത്യ മുഴുവൻ കാവിക്കൊടി പാറാൻ ഇനി അധിക കാലതാമസമില്ല എന്നു തന്നെ.